ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനെയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ വണ്ടിയിൽ കഞ്ചാവ് വെച്ച ആ രണ്ട് വ്യക്തികളെ കൂട്ടുകാരൻ കാണിച്ചു കൊടുക്കാണ്. ദേടാ അവരാടാ അന്ന് നമ്മുടെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചത് എന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ സച്ചി ഓടി അവന്മാരുടെ അടുത്തെത്തിട്ടോ. ഈ സമയം കൊണ്ട് അവന്മാര് സച്ചിനെ കണ്ട് അവന്മാര് ഓടി രക്ഷപ്പെടാൻ നോക്കി. ഏതായാലും സച്ചിയുടെ അടുത്ത് കളി നടക്കുവോ? അവന്മാര് ഓടി മടുത്തതെന്നല്ലാതെ സച്ചിയുടെ അടുത്ത് നിന്ന് അവന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. സച്ചി ഓടി ചെന്നിട്ട് ഇവന്മാരെ രണ്ടുപേരെ ചവിട്ടി പുറകിന്ന് മുതുവിനിട്ട് ചവിട്ടി തള്ളിയിട്ട് രണ്ടുപേരും പതക്കോന്നും പറഞ്ഞ് നിലത്ത് വീണ ഉടനെ തന്നെ നമ്മുടെ സച്ചി ഇവന്മാരുടെ കോളറിനെ പിടിച്ച് കുത്തിപ്പിടിച്ച് രണ്ടുപേരെ ഓരോ കൈക്കിങ്ങ് വലിച്ചെടുത്തിട്ട് എടാ എന്തിനാടാ നിങ്ങള് എൻ്റെ വണ്ടിയിൽ കൊണ്ട് കഞ്ചാവ് വെച്ചത്? ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം കൊടുത്തത്. അങ്ങനെ നെഞ്ചാങ്കൂട് തന്നെ തകർത്തൊരൊറ്റ ഇടി കൊടുത്തു. രണ്ടുപേരും കൂടെ വീണ്ടും താഴെ വന്ന് കിടന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു, അയ്യോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കാറിട്ട് പിന്നെ അവിടെ നിന്ന് എണീറ്റ് ഓടാൻ തുടങ്ങിയപ്പോൾ വീണ്ടും നമ്മുടെ സച്ചി അവരെ ഇടിച്ചിട്ടു. ഏതായാലും സച്ചിയുടെ ആ ഒരു ഇടി താങ്ങാനുള്ള ശേഷി അവർക്ക് ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് നമ്മുടെ സച്ചി കൊടുത്തോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് അവന്മാര് അയ്യോ ഇനി ഞങ്ങൾ ഇടിക്കരുത്, ഇനി ഞങ്ങൾ ഇടിച്ചു കഴിഞ്ഞാൽ ചത്തുപോകും ഞങ്ങള്, അതുകൊണ്ട് പ്ലീസ് ഇനി ഇടിക്കരുത് എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ്. ഈ കരച്ചിൽ കേട്ട ഉടനെ തന്നെ പിന്നെ എന്തിനാടാ ചെയ്തത്? നിങ്ങൾ ഇത്രയും ഭീരുക്കളാണെങ്കിൽ പിന്നെ എന്തിന്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാടാ ചെയ്തത്? എന്തിനെന്നോട് നിങ്ങൾ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞപ്പം അയ്യോ അത് പിന്നെ ഞങ്ങളല്ല അത് ചെയ്തത്, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാന്ന് പറഞ്ഞു. പെട്ടെന്ന് നമ്മുടെ സച്ചി അവരെ അങ്ങ് വിട്ടിട്ട് ആര് ചെയ്യിപ്പിച്ചു, എന്തിനു ചെയ്യിപ്പിച്ചു? അത് പിന്നെ ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ ബോസാ ചെയ്യിപ്പിച്ചത്. ഏത് ബോസ്? ഏതാടാ നിങ്ങളുടെ ബോസ്? അത് പിന്നെ ഞങ്ങളുടെ ബോസ് ഗജാനന്ദൻ. ഇത് കേട്ടതും നമ്മുടെ സച്ചി അവന്മാരുടെ പിടിയും വിട്ടു. സച്ചി ഒരൊറ്റ നിപ്പാ നിന്നത്. അപ്പോഴത്തേക്കും അവന്മാർ പറഞ്ഞു, അതെ അത് അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, അന്ന് രേവതിയുടെ കല്യാണത്തിന് നാട്ടുകാരുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഗജാനന്ദനെ തല്ലിയില്ലേ? അതേ പിന്നെ ഞങ്ങളുടെ ബോസിന് ഒരു നിലയും വിലയും ഇല്ല. ബോസ് ആരുടെ കയ്യിൽ നിന്ന് പലിശ ചോദിച്ചിട്ട് കിട്ടുന്നുമില്ല. പിന്നെ ഒരേ ഒരു മാർഗം എന്നത് ബോസിന് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാ. ഞങ്ങൾ പട്ടിണി പാവങ്ങളാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോസ് പറയുന്നത് കേട്ടേ പറ്റൂ, ഞങ്ങൾക്ക് അന്നം തരുന്നതാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ വൃത്തികെട്ടവന്മാരെ, ഇതുപോലെ ഉള്ളവന്മാരെ പാനെ പോലെ വളർത്തിക്കൊണ്ട് വരുന്നത് നീയൊക്കെയാടാ. ഇനി മേലിൽ അവന്റെ കീഴില് നിങ്ങൾ നിന്നു പോകരുത്, മര്യാദയ്ക്ക് വേറെ വല്ല ജോലി എടുത്ത് ജീവിക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സച്ചി അവന്മാരെ വിടുന്നത്. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടന്ന ഇടയിൽ നമ്മുടെ സച്ചി ആകെ തളർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കൂട്ടുകാരൻ പറഞ്ഞു, എന്താടാ ഇനി ചെയ്യേണ്ടത്? അതെ നമുക്ക് ഇനി ഇതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല, ആ ഗജാനന്ദനൊക്കെ പിടിപാടുണ്ട്. പിന്നെ ഇതേ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വണ്ടി ഇറക്കാറായതാ, ഇനി അത് വലിയ പ്രശ്നമാവില്ലേ? പിന്നെ എൻ്റെ വണ്ടി എങ്ങനെ ഇറക്കണം എന്ന് എനിക്കറിയാം. ഞാൻ അനുഭവിച്ച വേദന, ടെൻഷൻ എന്താണെന്ന് നിനക്കറിയില്ലേ? എത്രമാത്രമാണ് നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അനുഭവിച്ചത്. ആ പട്ടി പോലീസുകളുടെ തല്ല് നമ്മൾ എന്തോരോ കൊണ്ടത്. ഇല്ല, ഒരിക്കലും ഇല്ല. ദേ എനിക്ക് അവനെ കാണണം, ഗജാനന്ദൻ. അവന്റെ കാട്ടവും പാടവും ഞാൻ ഇന്ന് ഇളക്കും, നോക്കിക്കോ. അവൻ ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ ഈ സച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ ഗജാനന്ദന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതേ സമയം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ഭാമേനെയും ചന്ദ്രനെയാണ് കേട്ടോ. ഭാമയും ചന്ദ്രയും ആകെപ്പാടെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ചന്ദ്രയ്ക്കാണെ വിറച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഭാമയും ഇതേ സ്വഭാവം തന്നെയാണ്. ഭാമ പറഞ്ഞു, എടി ചന്ദ്ര ഇനിയിപ്പോ എന്താണ് ചെയ്യുന്നത്? ഈ വയസ്സാം കാലത്ത് ദേ അയാള് പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുക്കുന്നൊക്കെയാ. ദൈവമേ, ഇനി എൻ്റെ വീടെങ്ങാനും പോവോടി എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്കറിയില്ല എൻ്റെ പൊന്നു ഭാമേ, ഞാൻ എന്ത് ചെയ്യും ഏത് ചെയ്യുന്നൊരു മുമ്പിൽ ഒരു വഴിയില്ലാതെ നിൽക്കുക. ഏതായാലും ആ സച്ചിയെല്ലാം അറിഞ്ഞു കാണുമോടി. ആ സച്ചി അറിഞ്ഞെങ്കിൽ ഈ വീടെടുത്ത് തിരിച്ചു വെക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് രവിയേട്ടൻ അറിയും. എനിക്ക് ഓർത്തിട്ട് എനിക്ക് കൈയും കാലൊക്കെ വിറയ്ക്കുക. നീ ഒന്ന് തൊട്ട് നോക്കിയേ, എനിക്ക് പനിക്കുന്നുണ്ടോന്ന്. അപ്പോഴത്തേക്കും ഭാമ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് തൊട്ട് നോക്കിയിട്ട്, എടി നിനക്ക് പനിക്കുന്നൊന്നുമില്ല, നിന്റെ ശരീരം തണുത്ത് വിറച്ച് മരച്ചിരിക്കുക. എങ്ങനെ മരയ്ക്കാതിരിക്കും? എനിക്ക് ഓർക്കാനും കൂടി വയ്യ. ഈ വീട് ജപ്തി അല്ല, ഈ വീടിന്റെ പ്രമാണം പണയം വെച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ദൈവമേ, രവിയേട്ടൻ ആ നിമിഷം എന്നെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി വെളിയിലാക്കും. ഓ, പിന്നെ രേവതിക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാമല്ലോ. ഓ, അവള് കയറി എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയതാ എരണക്കേട് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ രേവതിയുടെ പുറത്തായി എല്ലാ കുറ്റവും. ഭാമ പറഞ്ഞു, അല്ല, ഞാനൊരു കാര്യം ചെയ്യാം, രേവതിയോട് പോയി ചോദിക്കട്ടെ, രേവതിയോട് പോയി ചോദിക്കാം എന്താ സംഭവിച്ചതെന്ന്. ഇനിയിപ്പോൾ സച്ചി സംസാരിച്ചപ്പോൾ രേവതി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ രേവതിയും കേട്ട് കാണും. നൈസിന് ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നേരെ രേവതിയുള്ള റൂമിലേക്കല്ല അടുക്കളയിലേക്ക് പോവാണ്. ഇപ്പം കിച്ചണിലാണ് രേവതി ഭാമനെ കണ്ടതോ, ആ ആൻറ്റി എപ്പോഴാണ് വന്നത്, ആൻറ്റി കയറി വാന്നൊക്കെ പറഞ്ഞ് ഭാമനെ വിളിച്ചു. ഭാമ അകത്ത് കയറി ചെന്നു, കിച്ചണിൽ കയറി ചെന്നിട്ട് മോൾ എന്തെടുക്കാൻ, മോളുടെ ജോലിയൊന്നും കഴിഞ്ഞില്ലേ? അല്ല, മോൾ ഇന്ന് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നല്ലേ? ആ, ഞാൻ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓ, എങ്കിൽ പിന്നെ രാവിലെ ചന്ദ്രയുടെയും സുധിയുടെയും ശ്രുതിയുടെയും കൂടെ വരത്തില്ലായിരുന്നു മോൾക്ക്. അത് പിന്നെ ഞാൻ അമ്പലത്തിലേക്ക് വരണമെന്ന് ഓർത്തിരുന്നതല്ല ഭാമയാൻറ്റി, അദ്ദേഹം പെട്ടെന്ന് വന്നിട്ട് എന്നെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാ. അതെന്താ സച്ചിമോൻ പെട്ടെന്ന് വന്ന് അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? ആ, അത് പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന് പെട്ടെന്ന് അമ്പലത്തിൽ പോകണമെന്ന് തോന്നുന്നു. അല്ല, അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളുമായിട്ട് സംസാരിക്കുന്നത് കണ്ടല്ലോ, ആ ഒരു ഫൈനാൻസറായിട്ട്. എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ അതെ, അവിടുത്തെ ആ ഫൈനാൻസർ അദ്ദേഹത്തിന്റെ പരിചയക്കാരനാ. അപ്പൊ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ, വേറൊന്നും എനിക്കറിയില്ല. ആ, ആണല്ലേ, ഏതായാലും മോള് ഭക്ഷണമൊക്കെ ഉണ്ടാക്ക, ഞാനേ അങ്ങ് പോവുക, എനിക്ക് ഇനിയിപ്പോൾ സമയമില്ല, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൻറ്റി ഇതേ ഊണ് കഴിച്ചിട്ട് പോവാട്ടോ നമ്മുടെ രേവതിയും പറഞ്ഞു. ഏതായാലും ഭാമ നേരെ ചന്ദ്രയുടെ അടുത്ത് ചെന്നു. ചന്ദ്ര ചോദിച്ചു, എടി എന്താ പ്രശ്നം, എന്താ അവൾ എന്താ പറഞ്ഞത്, എല്ലാം പോയോ, കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയോ? ഇല്ലടി, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ദേ അവർ തമ്മിൽ പരിചയക്കാരായോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതാ, പിന്നെ വേറെ ഒന്നും രേവതിക്ക് അറിയത്തില്ലെന്നാ പറഞ്ഞത്. അവള് പഠിച്ച കള്ളിയാ, അവളെങ്ങനെ പറയും, അവൾ ഒരക്ഷരം പറയില്ല, എനിക്കറിയാം, അവൾ ആരാ സൈസ് എന്നറിയാമോ എന്ന് പറഞ്ഞപ്പോൾ ഭാമ പറഞ്ഞു, എടി അതൊക്കെ വരട്ടെ, നാളെ വീട്ടിൽ നിന്ന് ആരെയും കൂട്ടിക്കൊണ്ട് ചെല്ലണം, അതുപോലെ പൈസ കൊടുക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നിന്റെ കയ്യിൽ വല്ല പൈസ ഉണ്ടോ ചന്ദ്രേ? ആ, പൈസയൊന്നും എൻ്റെ കയ്യിൽ ഇപ്പം ഇരിപ്പില്ലടി, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ ഏക മാർഗം അത് ശ്രുതിമോളാ. ഏതായാലും ശ്രുതിമോളോട് പൈസ ചോദിക്കാതിരുന്നാൽ ശരിയാവില്ല. ശ്രുതിമോൾക്ക് വേണ്ടിയല്ലേ ഇതെടുത്തത്, അപ്പം ശ്രുതിമോൾ തരാതിരിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ സുധീനെയാണ്. അവർ രണ്ടുപേരും റൂമിലാട്ടോ ഉള്ളത്. അങ്ങനെ സുധി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പം കമ്മലം കണ്ടിച്ചിരി വെയിറ്റ് കൂടുതലാന്നൊക്കെ പറഞ്ഞ് ഊരി മാറ്റി ശ്രുതി വെക്കുകയാണ്. ഇപ്പം കമ്മൽ ഊരി വെക്കുന്നതിന് സുധി ചോദിച്ചു, എന്തിനാ ആ കമ്മൽ ഊരി മാറ്റുന്നത്? ആ കമ്മൽ നിന്റെ കാതിന് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ഇതിട്ടോണ്ട് നടക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ ഇത്രയും വലിയ കമ്മലൊന്നും ഇടാറില്ല സുധി, ഇത് ഊരി വെച്ചേക്കാം, ഞാൻ ചെറിയ കമ്മലിട്ടോളാം എന്നൊക്കെ പറഞ്ഞ് ചെറിയ കമ്മലൊക്കെ ഇങ്ങനെ മാറിയിടുകയാണേ. അപ്പോഴത്തേക്കാണ് സുധി അവിടെ കട്ടിലേ വന്നിരുന്നപ്പോഴത്തേക്ക് സുധി ചോദിച്ചത്, അല്ല നീ അമ്പലത്തിൽ പോയിട്ട് എന്താ പ്രാർത്ഥിച്ചത്? അത് പിന്നെ പ്രാർത്ഥിച്ച കാര്യം അങ്ങനെ പുറത്ത് പറയാൻ പറ്റുമോ സുധി? അങ്ങനെ പുറത്ത് പറഞ്ഞൂടെ പ്രാർത്ഥിച്ച കാര്യം, അത് ഫലിക്കില്ലെന്നാ പറയുന്നത്. ഓ, അങ്ങനെയൊന്നുമില്ല, നീ പ്രാർത്ഥിച്ചത് എന്താണെന്ന് എനിക്കറിയാനൊരു ആകാംക്ഷയില്ലേ? അതുമല്ല, നമ്മളിപ്പോൾ രണ്ടല്ല, നമ്മളിപ്പം ഒന്നല്ലേ, അപ്പം പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്താ പ്രശ്നം ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, അത് വേണ്ട, അതെപ്പോഴും രഹസ്യമായിട്ട് തന്നെ വെച്ചേക്കണം, നമ്മുടെ മനസ്സിലെ പ്രാർത്ഥനകളൊന്നും മറ്റുള്ളവരോട് പറയാൻ പാടില്ല, അത് ദൈവത്തിനോട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പം, അങ്ങനെയാണെങ്കിലേ ഞാൻ ഇനി മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സുധി അങ്ങോട്ട് മാറി, ദേഷ്യപ്പെട്ടിങ്ങനെ മാറി, എന്താ പറയുക, പിണങ്ങി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇത്ര നിസ്സാര കാര്യത്തിന് എന്തിനാ സുധി പിണങ്ങുന്നത്? അത് പിന്നെ ഞാൻ വിചാരിച്ചത് എൻ്റെ ഭാര്യ എന്നോട് എല്ലാം തുറന്നു പറയുന്ന, അതുപോലെ തന്നെ ഞാനും എല്ലാം തന്നോട് തുറന്നു പറയണം. നമ്മുടെ ഇടയിൽ ഒരു മറ വരാൻ പാടില്ല, നമ്മൾ എന്നും നമ്മുടെ മനസ്സിൽ ഒന്നുമില്ലായിരിക്കണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ഒരു കാര്യവും നമ്മുടെ മനസ്സിൽ കാണരുത് എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ താൻ അങ്ങനെയല്ലല്ലോ. എൻ്റെ പൊന്നു സുധി പിണങ്ങാതെ. അതെ, ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനോട് പറയേണ്ട കാര്യങ്ങൾ എങ്ങനെയാ അത് സുധിയോട് പറയുന്നത്? എങ്കിൽ പിന്നെ താനോ ഒന്നും എന്നോട് പറയണ്ട, എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, നീ ഒന്നും മറച്ചു വെക്കരുത് എന്ന്. അപ്പൊ ഇത് കേട്ടതും ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ശ്രുതി. ഒത്തിരി വലിയൊരു
ഇതാണല്ലോ മറച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ശ്രുതി ഇങ്ങനെ പറഞ്ഞു. ആദ്യം ഒന്ന് ഞെട്ടിയിരുന്നു ശ്രുതി. അപ്പം ശ്രുതി എന്താ നീ ചിന്തിക്കുന്നത് എന്നിങ്ങനെ ശ്രുതിയോട് ചോദിച്ചപ്പം ഹേയ് ഒന്നുമില്ല, ഞാൻ പറയാം എന്താ പ്രാർത്ഥിച്ചെന്ന്. ഇപ്പം ശ്രുതിക്ക് അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചത് നമ്മുടെ ബ്യൂട്ടി പാർലറിൽ നല്ല ജോലി വർക്ക് കിട്ടണം എന്നും അതുപോലെ ശ്രുതിക്ക് നല്ലൊരു ജോലി കിട്ടണം എന്നും ഒക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നെ ഇത്രയും നല്ലൊരു ജീവിതം എനിക്ക് തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുകയൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഭാമയും ചന്ദ്രയും കൂടെ ഇവരുടെ റൂമിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്. അങ്ങനെ വാതിൽ തുറന്ന് കയറി വന്നതും ഇവരെ കണ്ടതും അയ്യോ മോനെ നീ ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ചായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് കയറി വന്നതെന്ന് എന്നിട്ട് സോറി പറഞ്ഞു. അപ്പോൾ ശ്രുതി പറഞ്ഞു അയ്യേ അതിന് കുഴപ്പമില്ലമ്മേ, അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഈ റൂമിലേക്ക് കടന്നു വരാമല്ലോ, അമ്മയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്, എൻ്റെ എന്ത് കാര്യത്തിലും ഇടപെടാനുള്ള അധികാരം അമ്മയ്ക്കുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അമ്മ കാരണമല്ലേ ഞാനിപ്പോൾ ഈ ഒരു വീട്ടിൽ വന്ന് നിൽക്കുന്നത്. ഇത്രയും ബന്ധുക്കളെ എനിക്ക് കിട്ടിയില്ലേ, ആരുമില്ലാത്ത എനിക്കിപ്പോൾ ഇത്രയും ബന്ധുക്കളായത് ആര് കാരണമോ? അത് അമ്മ കാരണമല്ലേ. അപ്പം ഞാൻ അമ്മേനെ ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ എന്ത് എൻ്റെ അമ്മ പറഞ്ഞാലും ഞാൻ കേൾക്കും, ഞാൻ എന്നും കടപ്പാടുള്ളവളായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ മോളെ ഇങ്ങനെയൊന്നും മോള് സംസാരിക്കല്ലേ, സത്യത്തിൽ മോളെ ഈ കുടുംബത്തിലേക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അറിയാലോ കേറണ്ടാത്തവള്, അർഹതയില്ലാത്തവള് ഒരെണ്ണം ഇവിടെ ഉണ്ട്. അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എൻ്റെ മോള് ഇന്നും ഈ വീട്ടിൽ വേണം. അത് ഈ ഒരു അമ്മയുടെ ആഗ്രഹമാണ്, ഈ ആൻറ്റിയുടെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കോ. നിങ്ങൾ രണ്ടുപേരും വളരുന്നത് എനിക്ക് കാണണം, നിങ്ങൾ രണ്ടുപേരും വളർച്ചയുടെ കൊടുമുടിയിലെത്തണം, നല്ലതുപോലെ ജീവിക്കണം, അതാ എൻ്റെ ആഗ്രഹം. അതൊക്കെ നിൽക്കട്ടെ മോളെ, പിന്നെ എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം ആൻറ്റി പറയാനുള്ളത്? ആൻറ്റി ധൈര്യമായിട്ട് പറഞ്ഞു. അത് പിന്നെ നമ്മൾ ഈ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടി കുറച്ച് പൈസ എടുത്തിട്ടില്ലായിരുന്നോ, അതിൻ്റെ പലിശയായിട്ടുണ്ട്. ആ ഫൈനാൻസർക്ക് പൈസ കൊടുത്തില്ലേ പ്രശ്നമാവുന്ന തോന്നുന്നത്, അതുകൊണ്ട് കുറച്ച് പൈസ വേണമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പം അയ്യോ ആൻറ്റി പൈസ ഒരു 10,000 രൂപ വേണമെങ്കിൽ തരാം, ബാക്കി പൈസ എല്ലാം ഞാനെടുത്ത് കല്യാണത്തിന് ചിലവാക്കി എന്ന് പറഞ്ഞപ്പം 10,000 രൂപയോ? ഹേയ് അത് കിട്ടിയിട്ട് കാര്യമില്ല, 1,00,000 മുകളിലാണ് പലിശയാവുന്നത്, അതുകൊണ്ട് ഈ 10,000 കിട്ടിയത് കൊണ്ട് ഒന്നും ആവില്ല മോളെ എന്നിങ്ങനെ പറഞ്ഞപ്പം എങ്കിൽ പിന്നെ വേറെ ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ അമ്മ ഞങ്ങളുടെ കയ്യിൽ എവിടുത്തെ പൈസ ഉള്ളത്, അറിയാലോ അമ്മയ്ക്ക്, ഞാനും ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ഓരോ ഒഴിവുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് ശ്രുതി പറഞ്ഞത് അമ്മ ഒരു മാർഗമുണ്ട്, എൻ്റെ കൈ കിടക്കുന്ന ഒരു വള ഞാനത് തരാം, അമ്മ അത് പണയം വിൽക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ, വളയൊക്കെ പിന്നെയും മേടിച്ചിടാലോ, അല്ലെങ്കിൽ എനിക്ക് ഈ സ്വർണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഈ വള ഊരി തരാമെന്ന് പറഞ്ഞു. വള ഊരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അയ്യോ ശ്രുതി നീ എന്താ ഈ കാണിക്കുന്നത്, വേണ്ട വളയൊന്നും ഊരി കൊടുക്കേണ്ട കാര്യമില്ല, അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നീ കൈ കിടക്കുന്ന വളയൊക്കെ ഊരി കഴിഞ്ഞാൽ, അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. ഏതായാലും ചന്ദ്ര ഇത് കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുക, ഊരി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ. പക്ഷേ നമ്മുടെ ശ്രുതി ശ്രുതി ആ വള ഇങ്ങോട്ട് ഊരാനുള്ളതിന് അങ്ങോട്ട് കുത്തി കയറ്റുകയാണ്. ഇങ്ങനെ ചുമ്മാ പിടിച്ച് നിന്നിട്ട് അയ്യോ അമ്മ വള ഊരാൻ പറ്റുന്നില്ലല്ലോ അമ്മേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, സോപ്പോ എണ്ണയിട്ട് നോക്കാം, നല്ല വേദനയുണ്ട് കൈക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞു അയ്യോ മോളെ ഊരാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട വെറുതെ ഊരണ്ട, മോള് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ മോളുടെ സ്വർണ്ണമൊക്കെ ആൾക്കാർ എന്ത് വിചാരിക്കും, വേണ്ട, അതുകൊണ്ട് മോളത് കയ്യിലിട്ടോ, ഈ അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. ഏതായാലും ഭാമയ്ക്ക് ശ്രുതിയുടെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. ഏകദേശം എന്ന് പറഞ്ഞാൽ ആ വള ഇങ്ങോട്ടല്ല മേളിലേക്ക് തന്നെയാണ് ഊരാൻ ശ്രമിച്ചതെന്ന് നമ്മുടെ ഭാമയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഭാമ ചന്ദ്രയോട് പുറകെ ഓടി ചെന്നിട്ട് നീ എന്താ ചന്ദ്രയെ കാണിച്ചത്, നീ എന്ത് ചെയ്യാനാ, നീ എന്ത് ചെയ്യും, നീ ഈ ഒരു പൈസക്ക് നീ എവിടെ പോകും, അറിയാലോ ആ ഫൈനാൻസർക്ക് പൈസ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞപ്പം അതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഭാമേ, അല്ലാതെ ഇപ്പം അതിൻ്റെ കാര്യമില്ല, കാരണം അവളുടെ അച്ഛനെ കാണാൻ മലേഷ്യയിൽ നിന്ന് വന്നാലേ ദേഹത്ത് സ്വർണ്ണമൊന്നും ഇല്ലെങ്കിൽ എന്താ ഓർക്കുക, അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പോയി കഴിഞ്ഞപ്പോൾ അടുക്കളയിലേക്ക് രേവതിനെ കാണുന്നില്ലല്ലോ. അപ്പോൾ രേവതിനെ കാണാത്തതുകൊണ്ട് രേവതിയോട് രണ്ടെണ്ണം പറയാൻ സമാധാനവും ഇല്ലല്ലോ, അതുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ് നമ്മുടെ ചന്ദ്ര. ഈ സമയം കാണിക്കുന്നത് നമ്മുടെ ഗജാനന്ദനെ പഞ്ഞിക്കിടാൻ വേണ്ടി സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും കൂടെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണെങ്കിൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഗജാനന്ദൻ 2 പേരെ ഇട്ട് പൂശാണ്. എന്നിട്ട് പലിശ മര്യാദയ്ക്ക് തന്നോണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ പൂശിന്റെ ആള് പറയുന്നുണ്ട് എന്താ നിങ്ങൾ ഈ പറയുന്നത്, എന്താ ഗജാനന്ദ നീ പറയുന്നത്, അങ്ങനെ പലിശ തരാനൊന്നും ഇപ്പൊ എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ നിന്നെ ആർക്കാ ഇപ്പൊ പേടിയുള്ളത്, നിന്നെ ആർക്കും ഒരു പേടിയില്ല, ആ സച്ചി നിന്നെ അന്ന് എടുത്തിട്ട് പെരുമാറിയതല്ലേ,
ആ സച്ചി എങ്ങാനും ഇനിയുണ്ടല്ലോ നിന്നെ എടുത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ പെരുമാറുന്നൊക്കെ പറഞ്ഞപ്പം അവൻ ഇനി പെരുമാറിയത് തന്നെ അവന്റെ അവന്റെ എല്ലാം പൂട്ടി അവൻ വീട്ടിലിരിക്കും. ഇപ്പം ഈ ഗജാനന്ദനോട് കളിച്ചത് എങ്ങനെയാണെന്ന് അവന് മനസ്സിലായി. അവന്റെ വണ്ടി പോലും കിട്ടാത്ത അവസ്ഥയാ. അവന്റെ വണ്ടി ചന്നം ഭിന്നമാക്കി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി വരുന്നത്. സച്ചി വരുമ്പോൾ ആ ഒരു മ്യൂസിക്കും ടൂണും ഒക്കെ ഇടുവാണ് കേട്ടോ. ഹീറോ വരുന്നതല്ലേ, അപ്പൊ മ്യൂസിക്കും ടൂണും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് സച്ചി വരുന്നത്. സച്ചി ഇങ്ങനെ വരുന്നത് കണ്ടതും നമ്മുടെ ഗജാനന്ദന് ഒന്ന് ചങ്ക് വിരിച്ചു നിന്നു. നീ എന്താടാ ഇവിടെ? എടാ നീ വീണ്ടും വീണ്ടും നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമല്ലേ എന്ന് പറഞ്ഞപ്പം, എടാ ഇരുട്ടത്തിരുന്നല്ലടാ എന്നെ നീ അടിക്കേണ്ടത്. നീ എന്നെ നേരിട്ടടിക്കുക, അല്ലാതെ ഇരുട്ടത്തിരുന്ന് എൻ്റെ വണ്ടിക്കിട്ട് പണിതാ ഉണ്ടല്ലോ, എന്തൊക്കെ ചോറാടാ അത്. അതെന്താ നീ ചെയ്തതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സച്ചിനെ കൊടുക്കാന് നീ കഞ്ചാവ് വെക്കുമല്ലേടാ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഗജാനന്ദൻ ഈ ഗജാനന്ദൻ ആരാന്നാടാ നീ വിചാരിച്ചത്? ഈ ഗജാനന്ദനെ തൊട്ട് കളിച്ചാൽ എന്താ വിവരം ഉണ്ടാകാന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഇനി മേലാല് എന്റെ നേരെ ശല്യമായിട്ട് അങ്ങനെ വന്നാലുണ്ടല്ലോ മര്യാദയ്ക്ക് ഒട്ടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും കഴിഞ്ഞോണെന്ന് പറഞ്ഞു. സച്ചി വിട്ടു കൊടുക്കുവോ? ഏതായാലും ഇവിടെ അടി നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ രേവതിയും ചന്ദ്രയും അവിടെ വലിയ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. രേവതിയോട് ഇതുവരെ നീ കഞ്ഞി ഒന്നും ഇട്ടില്ലടി എന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെയാ അമ്മയെ കഞ്ഞി ഇടുന്നത്? അമ്മയല്ലേ അരി എടുത്ത് തരുന്നത്, എന്നല്ലേ കഞ്ഞി ഇടാൻ പറ്റത്തുള്ളൂ. ഓഹോ, അതും കൊണ്ടാണല്ലേ നീ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നീ എന്താ ഈ കാണിക്കുന്നത്? നീ സച്ചിനെ പോലെ എന്നോട് എതിർത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങിയല്ലേ? എനിക്കറിയാം, അവൻ പറയുന്നത് കേട്ടിട്ടായിരിക്കും. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ രേവതി എൻ്റെ തനി സ്വഭാവം നീ അറിയും. മര്യാദയ്ക്ക് ശ്രുതിക്ക് ഇനിയിപ്പം ബ്യൂട്ടി പാർലറിലൊക്കെ പോകാനുള്ളതാ. സമയത്തിന് അവളോട് ചോദിച്ചിട്ട് അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുത്തോണെന്ന് പറഞ്ഞപ്പം, അല്ലമ്മേ ഞാനിവർക്ക് എല്ലാവർക്കും വെച്ച് വിളമ്പാനേ, ഞാനിവിടുത്തെ വേലക്കാരി ഒന്നും അല്ലാന്ന് പറഞ്ഞപ്പം, ഓഹോ അത്രയ്ക്കായല്ലേടി നിനക്ക്? എനിക്കറിയാം, അഹങ്കാരി, നിനക്ക് അഹങ്കാരം കൂടുതലാ. ഞാൻ പറഞ്ഞല്ലോ, നിന്നെ പോലെ വലിഞ്ഞു കയറി വന്നവളല്ല, പൂ കെട്ടുന്നവളല്ല, അവള് പോയി സമ്പാദിക്കുന്നവളാ. മര്യാദയ്ക്ക് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി അവളുടെ മുമ്പിൽ എത്തിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ചന്ദ്ര പോകുന്നത്. ഇതേ സമയം വീണ്ടും നമ്മുടെ ഗജാനന്ദനെയും അതുപോലെ തന്നെ സച്ചിനെയും കാണിക്കുകയാണ്. പൊതിരം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സച്ചി സത്യം പറഞ്ഞ ഗജാനന്ദനെ നല്ല രീതിയിൽ തന്നെ പഞ്ഞിക്കിട്ടിട്ടുണ്ട്. ഏതായാലും അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നമ്മുടെ സച്ചി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ്. തന്നെ കഞ്ചാവ് കേസിൽ പിടിച്ചു. അതുകൊണ്ട് ആ ഒരു സത്യം തെളിയിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് നമ്മുടെ ഗജാനന്ദന്റെ കാര്യം പറയുമ്പം അവിടുത്തെ കാര്യം ആകെ വഷളാവുകയാണ്. കാരണം പോലീസുകാർ ഗജാനന്ദന്റെ സൈഡാണ് നിൽക്കുന്നത്. അപ്പം ഗജാനന്ദന്റെ സൈഡ് പോലീസുകാർ നിന്നാൽ സച്ചി സഹിക്കുമോ? പിന്നെ ആകെ മൊത്തം സീൻ കോൺട്ര ആകും. അപ്പം അതിലേക്കൊക്കെ പോകുന്നത് നാളത്തെ കഴിഞ്ഞാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷം ഈ ഒരു ഭാഗം കൊണ്ടൊക്കെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് കഴിയുമ്പോൾ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥയുണ്ട് കേട്ടോ. മിസ് ചെയ്ത് കളയാതെ കാണണേ. അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭദിനമൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.